കേരളത്തിന്റെ സാമൂഹിക രംഗത്ത് കാതലായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ നവോത്ഥാന സാംസ്കാരിക നേതാക്കളുടെ ഓർമ്മകൾ എന്നെന്നും നിലനിർത്താനും പുതുതലമുറയ്ക്ക് അവരുടെ സംഭാവനകൾ പകരുവാനുമുള്ള പദ്ധതികൾക്കും കിഫ്ബി വഴി സാക്ഷാത്കാരമായി. ഇതിൽ പ്രധാനമാണ് കൊല്ലം ആശ്രാമം മൈതാനത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രവും പാലക്കാട് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള സമുച്ചയവും. കേരളത്തിൽ ജാതി വ്യവസ്ഥയുടെ ആണിക്കല്ലിളക്കിയ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ടെങ്കിലും കൊല്ലം ആശ്രാമം മൈതാനത്തെ സാംസ്കാരിക കേന്ദ്രം തിലകക്കുറിയായി തന്നെ നിൽക്കുന്നു. 57.32 കോടി രൂപ ചെലവിലാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജ്ജമാക്കിയത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമായ രീതിയിലാണ് ഈ സമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ തുറന്നു പോരാടിയ വി.ടി. ഭട്ടതിരിപ്പാടിനെ തലമുറകൾ ഓർക്കും വിധമാണ് പാലക്കാട് അദ്ദേഹത്തിന്റെ പേരിൽ സാംസ്കാരിക കേന്ദ്രമൊരുക്കിയത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന A.K. ബാലനാണ് സമുച്ചയത്തിനായി മുൻകൈയെടുത്തത്. 68.8 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പാലക്കാടിന്റെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് ഈ സമുച്ചയം വേദിയാകും. തലനരയ്ക്കുമതല്ലെന്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതുമല്ല യുവത്വം എന്ന വരികൾ കേട്ടാൽ ആദ്യം ഓർമ്മയിലെത്തുക മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദനെയായിരിക്കും. അദ്ദേഹത്തിന് പ്രചോദനമായ ടി. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന T.S. തിരുമുമ്പിന്റെ ഓർമ്മകൾ അനശ്വരമാക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ സ്മാരകം. 46.43 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. പുതിയ തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രവും പ്രവർത്തനവും രചനകളും പരിചയപ്പെടാനുള്ള വേദിയുമാണിത്. ചലച്ചിത്രാസ്വാദകർക്ക് പുതുപുത്തൻ ദൃശ്യാനുഭവം സമ്മാനിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ തിയേറ്റർ കോംപ്ലക്സുകളും വിവിധ ജില്ലകളിൽ ഒരുങ്ങുകയാണ്. കൈരളി തിയേറ്ററിന്റെ മാതൃകയിലാണ് പയ്യന്നൂർ, വൈക്കം എന്നിവിടങ്ങളിൽ തിയേറ്റർ. പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കൂടി ഉടൻ സജ്ജമാകും. തൃശൂർ, അളഗപ്പ നഗർ, കായംകുളം, ചെങ്ങന്നൂർ, കൊട്ടാരക്കര എന്നിവിടങ്ങളിലെ തിയേറ്റർ പദ്ധതികളും നിർമ്മാണ ഘട്ടത്തിലാണ്. ചെങ്ങന്നൂരിലെ പദ്ധതിക്ക് 48 കോടി രൂപയാണ് ചെലവ്. അളഗപ്പ നഗറിലേത് 16.84 കോടി, കായംകുളത്ത് 12 കോടി, പയ്യന്നൂരിൽ 16 കോടിയും വൈക്കത്ത് 22 കോടിയും തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ സമുച്ചയത്തിനായി 150 കോടി രൂപയുടെ പദ്ധതിയുമാണ് നടപ്പിലാക്കുന്നത്. അയ്യ വൈകുണ്ഠസ്വാമിയുടെ സ്മാരകത്തിനായി 3.16 കോടി രൂപയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. തലശ്ശേരി ഹെറിറ്റേജ് പ്രൊജക്ട്, ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്ട്, ഹിൽ ഹൈവേ ടൂറിസം കണക്ടിവിറ്റി, കോവളത്തെ ബീച്ച് ടൂറിസം പദ്ധതി, നിരവധി വാട്ടർ ടൂറിസം പദ്ധതികൾ തുടങ്ങി കിഫ്ബി കേരള ടൂറിസത്തെ ലോകോത്തര നിലവാരത്തിലേക്കാണ് വഴിതെളിക്കുന്നത്.